ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ രണ്ട് സൈഡിലും ഹെഡ്ലൈറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഏറെക്കുറെ ഈ ഒരു പോർഷനിൽ, അതായത് ഒരു വാഹനത്തിന്റെ വീതി മിക്കവാറും മനസ്സിലാവുന്ന രീതിക്ക്, അതായത് ഈ രണ്ട് സൈഡിലെയും വീതി ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു റൈറ്റ് സൈഡും ഈ ഒരു ലെഫ്റ്റ് സൈഡും, ഈ ഒരു രണ്ട് സൈഡ്, അതായത് ഈ വാഹനത്തിന്റെ ഏകദേശം ഈ ഒരു പൊസിഷൻ നോക്കിയായിരിക്കും രണ്ട് സൈഡിലെയും ഹെഡ്ലൈറ്റ്സ് വരുന്നത്. കണ്ടോ? ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും പകല് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സുഖമായിട്ട് ഒരു വാഹനത്തിനെ കാണാൻ സാധിക്കും. എന്നാൽ രാത്രി സമയങ്ങളിൽ നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ആ വാഹനത്തിന്റെ വെട്ടം, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ വെട്ടമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതായത് ഈ ഒരു വീതി ഉള്ള ഒരു വാഹനം വരുന്നുണ്ട്. അന്നേരം നമുക്ക് പലപ്പോഴും ഒരു വിഷയം വരുന്നതെന്ന് പറഞ്ഞാൽ, ഒറ്റ കണ്ണ് വരുന്ന സമയത്ത്, അതായത് ഹെഡ്ലൈറ്റിന്റെ ഒരു ബൾബ് പോയിട്ടുണ്ടെങ്കിൽ പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സാധനം, അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും പ്രശ്നം വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ബൈക്ക് അല്ലേ ആ വരുന്നത്, അപ്പൊ ആ സൈഡ് ഗ്യാപ്പ് ഉണ്ടല്ലോ, വിഷയക്കാരനാണ്, അതൊരു പ്രശ്നമാണ്. ഇങ്ങനെ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് കൂടെ ഇട്ടേക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പൊസിഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ വീതി അറിയാൻ വേണ്ട. ചിലരെങ്കിലും, കുറച്ചു പേരെങ്കിലും വാഹനത്തിന്റെ ഈ സെൻട്രൽ പോർഷനിലൊക്കെ രണ്ട് വലിയ ലൈറ്റ്സ് ഒക്കെ വെക്കാറുണ്ട്. കാണാൻ നല്ല ജാങ്കോ ലുക്കാണ്. ഹൈ റേഞ്ചും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിക്ക് വെട്ടം കാണാൻ സാധിക്കും. പക്ഷേ ഈ ഹെഡ്ലൈറ്റ്സ് ഓഫ് ചെയ്യാതെ വേണം ഈ ലൈറ്റ് ഓൺ ചെയ്യേണ്ടത്. കാരണം കുറച്ച് പേരെങ്കിലും ഈ ലൈറ്റ് ഓൺ ആക്കി മറ്റേ രണ്ടും ഓഫ് ആക്കിയിടും. ആർക്കെങ്കിലും ഇട്ടാൽ പ്രശ്നമില്ല. അങ്ങനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനം നോക്കുമ്പോൾ അവർക്ക് വാഹനം എത്ര വലിപ്പം ഉണ്ടെന്ന് ഒന്നും അറിയാൻ സാധിക്കത്തില്ല. ഈ ഹെഡ്ലൈറ്റിന്റെ നീളം വെച്ചൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾ വാഹനം ഓടിക്കും. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റിലും കൂടി ഇടുക. കാരണം ഞാൻ ഈ പറയുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും രാത്രി ഓടിക്കുന്നത്, എനിക്ക് നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കൂടുതലും രാത്രി യാത്ര ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഇത്രയും വൈഡായിട്ട് വരുമ്പോൾ നമുക്കൊരു വാഹനത്തിന്റെ വീതി അറിയാൻ പറ്റും. പക്ഷേ സെന്ററിൽ മാത്രം രണ്ട് ലൈറ്റ് വെച്ച് വരികയാണെങ്കിൽ ആ വാഹനത്തിന്റെ വീതി നമ്മൾ അളക്കുന്നത് എങ്ങനെയാ? അത്രേ ഉള്ളൂ എന്നേ നമ്മൾ അളക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും എല്ലാ വാഹനങ്ങളുടെ രണ്ട് സൈഡിലായിട്ട്, അതായത് ഏകദേശം ആ ബോഡി കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ നമുക്ക് ആ ലൈറ്റ് വരുന്നതിന്റെ പ്രധാന കാര്യം. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ പാർക്ക് നമ്മൾ അത്യാവശ്യമായിട്ട് ഇട്ടിരിക്കണം. പാർക്ക് പിന്നെയും കുറച്ചെങ്കിലും നമുക്ക് വിസിബിലിറ്റി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് അങ്ങനെ ഒരു പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഹെഡ്ലൈറ്റ് ഉറപ്പായിട്ടും ഇട്ടിരിക്കണം. വേറെ ഏതെങ്കിലും അഡീഷണൽ ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഹെഡ്ലൈറ്റ് നിങ്ങൾ ഇട്ടിരിക്കണം. ഇടാതിരുന്നു കഴിഞ്ഞാൽ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്.